പ്രിയരെ നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേൾക്കാനിടയായ ഒരു കഥ പറയാം. അപ്രതീക്ഷിതമായാണ് കടലിൽ വെച്ച് കപ്പൽ തകർന്നത്. ഏവരും കടലിൽ പതിച്ചു. ജീവരക്ഷയ്ക്കുള്ള പ്രയത്നങ്ങൾ. ഒടുവിൽ രക്ഷപ്പെട്ടവരാകട്ടെ 2 പേർ മാത്രം. അവർ എങ്ങനെയോ ഒരു വിജന തീരത്ത് എത്തിച്ചേർന്നു. അതൊരു ചെറിയ ദ്വീപായിരുന്നു. ആ 2 പേരും ദ്വീപിൽ കയറിക്കൂടി. മറ്റു രക്ഷകളില്ല. ഇനി എന്തു ചെയ്യും? ഇരുവരും കൂടിയാലോചിച്ചു. ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എങ്ങനെ വേണം പ്രാർത്ഥന? ദ്വീപിന്റെ 2 അറ്റങ്ങളിൽ ഇരുന്നാകാം പ്രാർത്ഥന. അവർ നിശ്ചയിച്ചുറപ്പിച്ചു. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം എന്നും അവർ അഭിപ്രായപ്പെട്ടു. പ്രാർത്ഥന തുടങ്ങി. ഒരുവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ലഭിക്കണേ. എത്ര അത്ഭുതം! അയാൾക്കരികിലെ ഫലവൃക്ഷങ്ങളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ ഫലനിർഭരമായി. അയാൾ അപ്പോഴും അവരനെ നോക്കി. കഷ്ടം, അവിടെ പുതിയതായി ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. ഒന്നാമന് ഏകാന്തത അനുഭവപ്പെട്ടു. അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എനിക്കൊരു ഭാര്യയെ തരണം. അത്ഭുതം തന്നെ! മറ്റൊരു കപ്പൽ കടലിൽ തകരുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഈ ദ്വീപിലരികയും ചെയ്തു. അയാൾ അവളെ ഭാര്യയായി സ്വീകരിച്ചു. വീണ്ടും അയാളുടെ പ്രാർത്ഥനകൾ തുടർന്നു. വീട് വേണം, വസ്ത്രങ്ങൾ വേണം, സുഖസൗകര്യങ്ങൾ വേണം. അയാളുടെ ആഗ്രഹങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ അരങ്ങേറി. അപ്പോഴും അവരൻ ദ്വീപിന്റെ മറ്റേ അറ്റത്ത് ഏകാന്ത പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് ഒന്നാമൻ കണ്ടു. അയാൾ ദ്വീപ് വിട്ട് പോകാൻ ആഗ്രഹിച്ചു. അതിനൊരു ജലനൗകയ്ക്കായി പിന്നീട് അയാൾ പ്രാർത്ഥിച്ചു. പിറ്റേന്നു തന്നെ അയാളുടെ തീരത്ത് നൗകയും പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഭാര്യയെയും തന്റെ സമ്പാദ്യങ്ങളെയും സുരക്ഷിതമായി അതിൽ കയറ്റി. നൗക തുഴയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ശബ്ദം അയാൾ കേട്ടു. നീ നിന്റെ കൂട്ടുകാരനെ കൊണ്ടുപോകുന്നില്ലേ? അയാൾ അത് കേട്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇല്ല, അവൻ നിർഭാഗ്യവാനാണ്. ദൈവം പോലും അവന്റെ പ്രാർത്ഥന കേൾക്കാറില്ല. ഇത് കേൾക്കെ ആ ശബ്ദം പ്രതിവചിച്ചു, അങ്ങനെയല്ല, അവന്റെ പ്രാർത്ഥനയാണ് ഫലിച്ചത്. അവൻ എന്നും പ്രാർത്ഥിച്ചത് നിന്റെ ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കണേ എന്നായിരുന്നു. പ്രിയരെ, അനേകം അർത്ഥതലങ്ങൾ ഇക്കഥയ്ക്കുണ്ട് എന്ന് തോന്നി. നാം ആയിരിക്കുന്നത് അനേകരുടെ പ്രാർത്ഥന കൊണ്ടാണ്, അനേകരുടെ പ്രയത്നം കൊണ്ടാണ്, അനേകരുടെ സന്മനസ്സുകൊണ്ടാണ്. അതിനാലാണ് നമ്മുടെ ഒരു കവി പാടിയത്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. സത്യം അതാണ്. നാം ആയിരിക്കുന്നതിന് പിന്നിൽ കുറേയേറെ മനുഷ്യരുണ്ട്. പക്ഷേ നാം അതെല്ലാം മറന്നുപോകുന്നു. നേട്ടങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാണ് എന്ന് ധരിക്കുന്നു. അതിൽ മറ്റാർക്കും അവകാശങ്ങളില്ല എന്നും ധരിക്കുന്നു. ഈ മറവിയിൽ നിന്നാണ് അഹങ്കാരങ്ങൾ ഉണ്ടാകുന്നത്. ഈ മറവിയാണ് മാനവികതയെ ചോർത്തിക്കളയുന്നതും. ഓർമ്മകളുടെ തടങ്ങൾ പൂക്കട്ടെ. ഓരോരോ ജീവജാലവും നമുക്ക് പ്രിയമുള്ളതാകട്ടെ. ഏവർക്കും നമസ്കാരം.